ദൈവജനമേ, ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 25 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഈശോ തൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു ഭാഗമാണിത്. ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളായ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലുമുള്ള മാറ്റങ്ങളെക്കുറിച്ചും കടലിരമ്പുന്നതിനെക്കുറിച്ചുമൊക്കെ അവിടുന്ന് വിവരിക്കുന്നുണ്ട്. ഈ അടയാളങ്ങൾ കാണുമ്പോൾ ഭയപ്പെടാതെ തല ഉയർത്തി നിൽക്കുവാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. ഇത് നാം മറക്കരുത്. തല ഉയർത്തി നാം നിൽക്കണം. അത് ഒബീഡിയൻസാണ്. അതല്ലാതെ ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ നാം തിരിഞ്ഞ് നോക്കരുത്, പാടില്ല. കാരണം അവിടുത്തെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. ഈ ലോകത്തിലെ തിന്മകളും പാപങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ വചനങ്ങൾ നമുക്ക് വലിയ പ്രത്യാശയും ആശ്വാസവും നൽകുന്നു. നാം അനുസരിക്കണം. ജാഗരൂകരായിരിക്കുക, പ്രാർത്ഥിക്കുക എന്ന ഈശോയുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ലോകം പാപത്തിലും അന്ധകാരത്തിലും മുങ്ങിത്താഴുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ പ്രകാശമായി മാറണം. ഈ തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നശ്വരമായ ഈ ലോകത്തിലെ സുഖഭോഗങ്ങളിൽ മുഴുകി നിത്യജീവനെ മറക്കരുത് എന്നാണ്. നമ്മുടെ ഹൃദയങ്ങൾ അമിത ഭക്ഷണത്തിലും മദ്യപാനത്തിലും ലൗകിക ജഡിക ചിന്തകളിലും മന്ദീഭവിച്ച് മരവിച്ചു പോകാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം ഏതു നിമിഷവും എപ്പോഴും തയ്യാറായി ഒരുങ്ങിയിരിക്കണം. ആ നിമിഷത്തെ, ആ ദിവസത്തെ നാം ഭയത്തോടെയല്ല, മറിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകില്ല. അവിടുന്ന് ഉറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനാൽ ആ വചനങ്ങളിൽ ആശ്രയിച്ച് വിശുദ്ധിയോടെ ജീവിച്ച് ദൈവരാജ്യത്തിനായി ഒരുങ്ങാം.